കാട്ടി. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. അഹങ്കരിക്കുന്നവൻ ഇടറി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അഹങ്കാരം നീ നിൽക്കുന്ന നഗരത്തിന് ചുറ്റും തീയാളുന്നതിന് ഇടയാക്കും. ഇത് വലിയ ഒരു പാഠമാണ്. എപ്പോഴും എളിമയോടെ നിൽക്കാൻ നമ്മൾ നിരന്തരമായ യുദ്ധം നമ്മളോട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രയാസകരമായ പുണ്യമാണ് എളിമ. അഹങ്കാരം നമ്മൾ പറയുന്നില്ലെങ്കിലും ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും, നമ്മളെല്ലാവരും തന്നെ. വിശുദ്ധരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മരണം വരെ മഹാവിശുദ്ധർ പോലും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു തിന്മയാണ് അഹങ്കാരം. മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും പരമപരിശുദ്ധയായ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത് നോക്കുക. ആ മുതിർന്ന കന്യാസ്ത്രീ അമ്മ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം വാടി. നോക്കുക, ഞാൻ എത്ര അഹങ്കാരിയാണ്. മരണം വരെ നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഈ പാപം, മരണം വരെ നമ്മൾ അഭ്യസിക്കേണ്ട എളിമയെന്ന പുണ്യം. അഹങ്കരിക്കാതിരിക്കാൻ നമ്മൾ പ്രായോഗികമായി സമീപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രായോഗിക സമീപനമാണ്, ഒരു പ്രധാനപ്പെട്ട നിലപാടാണ് എപ്പോഴും ദൈവത്തിന് മഹത്വം നൽകുക എന്നത്. നമ്മളായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാതിരിക്കുന്നതല്ല അഹങ്കാരം. നമുക്കുള്ള നന്മകൾ, നേട്ടങ്ങൾ, അത് ഇല്ല എന്ന് പറയുന്നതല്ല അഹങ്കാരം. മറിച്ച് ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്നതാണ് അഹങ്കാരം. അഹങ്കരിക്കാതിരിക്കാൻ നമ്മൾ പുലർത്തേണ്ട സമീപനം നിരന്തരമായി ദൈവത്തിന് എല്ലാ കാര്യങ്ങളുടെയും മഹത്വം കൊടുക്കുക. എല്ലാം ദൈവകൃപയാലാണ് സംഭവിക്കുന്നത്, എൻ്റെ കഴിവിലല്ല എന്ന് തിരിച്ചറിയുക.